വാർത്തകൾ വായിക്കുന്നത് തൊള്ള കൊണ്ട്. ആഗ്രഹമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം. വാർത്തകൾ വിശദമായി. ഹാറൂന്റെ വീട്ടിലെ പശുവിനെ കാണാതായി. ഇതിൽ പ്രതിഷേധിച്ച് രാജ്യമാകെ ബന്ദ് പ്രഖ്യാപിച്ചു. രാത്രി 6 മണിവരെയാണ് ബന്ദ്. ഹാറൂന്റെ വീട്ടിൽ വിരണ്ടോടിപ്പോയ ആ പശുവിനെ കുറിച്ച് തനിക്ക് യാതൊരു തര ബന്ധമില്ല എന്നാണ് ഒബാമ വാർത്താപ്രവർത്തകരുമായി സംഭാഷണം നടത്തുകയായിരുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഞങ്ങളുടെ കോയക്കുട്ടി ഇപ്പോൾ ഹാറൂന്റെ തൊഴുത്തിന് മുമ്പിലുണ്ട്. മിസ്റ്റർ കോയക്കുട്ടി, എന്താണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം? ഒന്ന് വിശദമാക്കാമോ കോയക്കുട്ടി? ഹലോ കോയക്കുട്ടി, മിസ്റ്റർ കോയക്കുട്ടി. എടാ കോയക്കുട്ടിയാ, ഹലോ ദിനേശ്, ഇപ്പൊ നമ്മൾ പശുവിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആറുന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയ പശു. ഇതാ പിടിച്ചു കെട്ടി തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. നമുക്കിനി ആറുന്റെ ഫീലിംഗ് എന്താന്ന് മനസ്സിലാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് ആറുമായി ബന്ധപ്പെടാം. മിസ്റ്റർ ആറു, എങ്ങനെയായിരുന്നു പ്രതികരണം? എന്റെ നെഞ്ചിനുള്ളിലെ കരളാണ് ആ പശുക്കുട്ടി. ഞങ്ങൾ ഒപ്പമായിരുന്നു കിടന്നിരുന്നത്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. പക്ഷെ എനിക്കതല്ല സങ്കടം. നീ എന്തിനു പശുക്കുട്ടി തിരിച്ചു വന്നു? ഇത് വരേണ്ടോടുള്ള പ്രതികരണം എന്തായിരുന്നു? പ്രതികരണം ഞങ്ങളുടെ വീട്ടിലെ, അതായത് അത് ആ പെര അവിടെ അപ്പുറത്തൊരു പെരുണ്ട്. ആ പെരയിൽ അലി എന്നൊരു പണ്ട്. ഓന് പള്ളിക്ക് പോഞ്ഞിട്ട് ഓന്റെ ഉമ്മറ് ഓനെ തല്ലി. അപ്പൊ ഉറക്കരണ്ട് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഈ പശുക്കുട്ടി കാറും പൊട്ടിച്ച് ഓടി. ഓന്റെ ശബ്ദം കണ്ടെങ്കിൽ കേൾക്കണ ശബ്ദം. നാലും പണ്ട് പോലെ എന്റെ ഓടിന്ന്. പിന്നെന്തിനാ തിരിച്ചു വന്നു? ചോറിട്ടാതായപ്പോ വന്നാ നിങ്ങൾ ആട് പരതിട്ടാ? നിങ്ങൾ ആരും പറഞ്ഞല്ലോ. അങ്ങനെ വരന്റെ ഓടിയാണ് തിരിച്ചു വന്ന്. കൂടുതൽ വിവരങ്ങൾ തന്ന കോയക്കുട്ടി താങ്ക് യു. പ്രധാന വാർത്തകൾ കേൾക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ഏത് തരം ഇറച്ചിയും വെട്ടിയും നുറുക്കിയും നിങ്ങൾക്ക് ചില്ലറയായും നോട്ടായും പൈസയായും ചെക്കായും കൊടുക്കുന്ന ഒരേ ഒരു കട ഉസ്മാൻ ഇറച്ചി കട. സൈക്കിളിന് വെക്കാൻ പറ്റുന്ന ഒരേ ഒരു തരം ബെല്ലി. ഏത് തരം ബെല്ലി? പൊടിക്കാം, അടിക്കാം, ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാം. ഒരു രൂപക്ക് 2 തേങ്ങ. ഒന്നിനാണോ 2 രൂപ? ഈകൾക്കായി 1 രൂപക്ക് 2 തേങ്ങ എങ്കിൽ 1 തേങ്ങക്ക് 4 രൂപ. ഏത് പെരിച്ചായെയും പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു എലിപ്പെട്ടി, ഖാദർക്ക എലിപ്പെട്ടി. ഇതാർക്കും ഉപയോഗിക്കാം, ചെറിയവർക്കും വലിയവർക്കും ഉപയോഗിക്കാം. ഏത് ചെറിയ നച്ചക്കനെയും പിടിക്കാൻ ഈ എലിക്കുട്ടി വീണ്ടും ഉപയോഗിക്കുന്നു ഖാദർ എലിപ്പെട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് www.elipetti.com. നമുക്ക് വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം. ആണ്ടിപ്പടിയിലേക്ക് ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് അജ്ഞാത ജഡം. രാവിലെ 6 മണിക്കാണ് ജഡത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതോ ഒരു ജപ്പാൻകാരനാണെന്ന് തോന്നുന്നു. ഏതോ ഒരു അമേരിക്ക കണ്ടുപിടിച്ച സാധനമാണെന്നാണ് പറയുന്നത്. ആ പല്ല് കണ്ടാൽ അറിയാം ചൈനക്കാരന്റെ പല്ലാണ്. പിന്നെ പുതിയ ഫോറിൻ മാർക്കറ്റിലെ കണ്ണടയാണ്. ആ കണ്ണടക്കമാണ് നല്ല രസമുണ്ടാവും. അങ്ങനെ മൃതദേഹം എനിക്കൊരു കണ്ണട സമ്മാനിച്ചു. ഇനി ഒരു ഫോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പോലീസൊന്നും എത്താത്തത് പ്രതിഷേധിച്ച് നമുക്ക് ആ തൊപ്പി അടിച്ചാറ്റാൻ പറ്റൂല. എന്നാലും നമുക്ക് അടിച്ചാറ്റാൻ നോക്കാൻ പരമാവധി. ഇനിയും കൂടുതൽ എന്തെങ്കിലും പഴയ സെഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എടുക്കുമെന്നാണ് പ്രതിനിധി അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു. മരിച്ച ആ മൃതദേഹത്തിന്റെ മേലുള്ള തൊപ്പി, കണ്ണട, മൊബൈൽ ഫോൺ പോലുള്ളതൊന്നും കാണാനില്ല. അത് ഞങ്ങളുടെ പ്രതിനിധിയാണ് എടുത്തത് എന്ന് ചാനലുകൾ ദൃശ്യമായതുകൊണ്ട് ഞങ്ങളുടെ വാർത്ത അടച്ചുപൂട്ടുമെന്നാണ് സാധ്യത. നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഇത് അവസാനത്തെയും ആദ്യത്തെയുമായ ഒരു വാർത്തയായതുകൊണ്ട് ഞങ്ങൾ പിരിയുന്നു. അസ്സലാമു അലൈക്കും.